ഹലോ അങ്ങനെ ദേ വീണ്ടും കോക്ടെയിൽക്ക് അങ്ങ് വീണ്ടും ഒരു ട്രിപ്പ് പോവാണ്. ഓരോരോ വെക്കേഷനിൽ ഞങ്ങൾ ട്രിപ്പ് പോകാറുണ്ട്. അതിരാവിലെ തന്നെ എഴുന്നേറ്റ് എല്ലാവരും സെറ്റായി നല്ല വൈബിലാണ് തുടങ്ങി. സൂര്യനൊക്കെ ഉദിച്ചു വരാനുള്ള സമയം പോലും കൊടുക്കാണ്ട് ഇവന്മാർ ഇതേ തുടക്കം തന്നെ എല്ലാം പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്തൊന്നും നമ്മൾ അപ്പോഴും ഇപ്പോഴും ഒന്നും കൈവച്ചിട്ടേ ഉണ്ടായില്ല. മദ്യപാനം തീർത്തും ആരോഗ്യത്തിന് ഹാനികരമാണ്. അതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ കുറച്ച് കൂട്ടുകാരും ദേ ഈ ലോലിപ്പോപ്പ് വെച്ചിട്ടാണ് ചേഴ്സ് അടിച്ചത്. രാവിലെ ഇറങ്ങിയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ദേ ഫുഡാണ്. എൻ്റെ പൊന്നോ, പലർക്കും പല പല അഭിപ്രായങ്ങളായിരുന്നു. ഒരാൾക്ക് ഇടിയപ്പമാണെങ്കിൽ മറ്റൊരാൾക്ക് മസാല ദോശ. അങ്ങനെ ഞങ്ങൾക്കും അവർക്കും എല്ലാവർക്കും കൺഫ്യൂഷൻ ആക്കിയിട്ട് എങ്ങനെയൊക്കെ ഓർഡർ കൊടുത്തു. ഏതോ ഒരു നേരത്തെ അയാൾ വന്ന് ചായ ചോദിച്ചപ്പോൾ എല്ലാവരും വിത്തൗട്ടൊക്കെ പറഞ്ഞപ്പോൾ ദേ ഒരുത്തം മാത്രം അവന് പാലും വെള്ളം മാത്രമേ ഇറങ്ങുള്ളൂ. അവനൊരു ഹെൽത്തി കുട്ടനാണേ. അതിൻ്റെ ഇടയ്ക്ക് കട്ട കലിപ്പിലിരുന്ന ആൾക്കാരൊക്കെ പൂക്കിയായി മാറുന്ന ചില സന്ദർഭങ്ങൾ ഞാൻ കണ്ടു. ദേ ഇവരാണ് ഞങ്ങളുടെ ഗ്യാങ്ങിലെ ഗേ കപ്പിൾസ്. ഇവർ അന്നും ഇന്നും എന്നും ഒരുമിച്ച് ഇരിക്കാറുള്ളൂ, ഒരുമിച്ച് കിടക്കാറുള്ളൂ, ഒരുമിച്ച് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. അതെല്ലാം കഴിഞ്ഞതേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മറിയമ്മച്ചേട്ടത്തി ഇതേ ട്രാക്കിലേക്ക് വന്നു. അറിയാലോ, മറിയമ്മച്ചേട്ടത്തി ഞങ്ങളുടെ ഗ്യാങ്ങിലെ ആ ഡാൻസ് മാസ്റ്റർ വിക്രം. അങ്ങനെ ദേ പാട്ടും ഡാൻസും ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ആദ്യം എത്തിയത് തൊമ്മൻകുത്ത് വാട്ടർഫാൾസിലാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഗേൾസ് എല്ലാം കണ്ടം വഴി ഓടി. കാരണം വേറെ ഒന്നുമല്ല, ഡ്രസ്സ് കാര്യങ്ങളും ചേഞ്ച് ചെയ്യണമല്ലോ വെള്ളത്തിലേക്കൊന്ന് ഇറങ്ങാനായിട്ട്. ആദ്യം ആനയുടെ കൂത്തിലാണ് പോകാനായിട്ട് ഇൻട്രസ്റ്റോടെ എല്ലാവരും പറഞ്ഞതെങ്കിലും അവിടെ വെള്ളം ഉണ്ടായില്ല. പിന്നെ എന്നാൽ നെക്സ്റ്റ് ഓപ്ഷൻ ഇതല്ലാതെ വേറെ ഒന്നും ഉണ്ടായില്ല. ഉള്ളത് പറയാലോ, ഒരുപാട് നടക്കാനുണ്ടായിരുന്നു. ഈ ജന്മത്തിൽ ചെയ്ത സകലമാന പാപങ്ങളും ആ ഒരു ഒറ്റ കയറ്റയിറക്കത്തിലൂടെ എല്ലാം തീർന്നു കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും വെള്ളം ഒഴുകി വരുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ അങ്ങോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭീകരാവസ്ഥ എനിക്ക് മനസ്സിലായത്. ഈ എൻ്റെ പൊന്നോ മുടിഞ്ഞ തണുപ്പായിരുന്നു. രാവിലെ തന്നെ ഇറങ്ങിയതുകൊണ്ട് പിന്നെ അങ്ങോട്ടേക്ക് പറയേ വേണ്ടല്ലോ, വെള്ളത്തിൻ്റെ ആ കാഠിന്യം, ആ ഒരു തണുപ്പിൻ്റെ കാഠിന്യം ഈ എൻ്റെ പൊന്നോ. പക്ഷേ ഇതൊന്നും ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞുകൊണ്ട് മറിയാമ്മ ചേട്ടത്തി അതിൽ ഒഴുകി നടക്കും. അത് എന്തിൻ്റെ കുഞ്ഞാണോ എന്തോ. പിന്നെ എല്ലാ ട്രിപ്പിലും ഭയങ്കര എക്സ്പെക്ടേഷൻസ് ആയിരിക്കുമല്ലോ, റീൽസ് അങ്ങനെ എടുക്കണം ഇങ്ങനെ എടുക്കണം തലകുത്തി കിടന്ന് കിടക്കണം എന്നൊക്കെ വിചാരിച്ച്. എക്സ്പെക്ടേഷൻ വിയസ് റിയാലിറ്റി ആയിരുന്നു പിന്നീട് അങ്ങോട്ടേക്ക് കണ്ടത്. ഒരെണ്ണം തെക്കോട്ടാണെങ്കിൽ പിന്നീട് ഒരെണ്ണം വടക്കോട്ടായിരിക്കും. പിന്നെ എങ്ങനെയൊക്കെയോ ആക്കിക്കൂട്ടി ഒരു റീൽസ് എന്തായാലും എടുത്തു എന്ന് പറയാതിരിക്കാം എന്ന് വേണമെങ്കിൽ പറയാം. എത്രയൊക്കെ ചെയ്തിട്ടും അങ്ങോട്ട് മെനയാവുന്നില്ലല്ലോ സജി എന്നൊരു ഡയലോഗാണ് അപ്പോഴും ഇപ്പോഴും എപ്പോഴും എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ഒരു അവസരത്തിൽ ഞാൻ പറയുന്നു, കഴിവില്ലാത്തവൻ്റെ മുഖത്ത് നോക്കി കഴിവില്ലാന്ന് പറയുന്നതാണ് യഥാർത്ഥ സുഹൃത്ത്. പക്ഷേ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറേ എണ്ണങ്ങൾ ഉണ്ടാവുമല്ലോ. ഞങ്ങൾ ഇതിനൊന്നും കൊള്ളത്തില്ല എന്നുള്ള കാര്യം ഞങ്ങൾ വീണ്ടും വീണ്ടും തെളിയിച്ചു. പക്ഷേ ഇതൊന്നും സമ്മതിച്ചു കൊടുക്കാൻ ഞങ്ങൾ ഒട്ടുമേ തയ്യാറല്ലായിരുന്നു. ഇവിടെ നടക്കുന്നത് എന്താണെന്ന് പോലും അറിയാതെ ഒരു മുത്തൻകുരങ്ങൻ അതിൻ്റെ മേളിൽ കയറി ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാണോ. എന്താണോ ധ്യാനിക്കുന്നത്?